എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും പല മാധ്യമങ്ങളിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അല്പസമയത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി തരുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സന്ദേശത്തിൻ്റെ തലക്കെട്ട് രണ്ടാമത്തേതായ ചില കാര്യങ്ങൾ എന്നുള്ളതായ തലക്കെട്ടിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടിയുള്ള അതുപോലെ തന്നെ ശ്രദ്ധയോ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തേതായിരിക്കുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ ചുരുക്കം വാക്കുകൾ കൊണ്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഒന്നാമത്തേതായ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവം ആകാശത്തെ ഭൂമിയെയും ഉണ്ടാക്കിയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പിന്നീട് ഇത് പാഴായും ശൂന്യമായി തീർന്നു എന്ന് ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ അത് മനോഹരമായിട്ടാണ്, എന്തുദ്ദേശത്തോടെയാണോ ദൈവം ആഗ്രഹിച്ചത് അതുപോലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ഒരു കാര്യം സംഭവിച്ചത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അത് പാഴായും ശൂന്യമായും തീർന്നു. പിന്നീട് ഒരു കാര്യം, അത് വളരെ നാളുകൾക്ക് ശേഷം, അത് എത്ര കാലഘട്ടമാണ് എന്ന് നമുക്കറിയുന്നില്ല, എന്നാൽ അത് പിന്നീട് അത് പാഴായും ശൂന്യമായും തീർന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ എന്നോട് എങ്ങനെയും ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അറിയുക. ദൈവം സഹായിക്കുമാറാകട്ടെ. പിന്നീട് ഈ ഭൂമിയെ രണ്ടാമത് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന് മനുഷ്യനെ പാർക്കുവാൻ കഴിയത്തക്ക നിലയിൽ ഈ ഭൂമിയെ വീണ്ടും പുതുക്കി പണിതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെടുത്ത ദിവസം എന്ന് പറയുന്നത് 6 ദിവസമായിട്ട് നമുക്കത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ ചിന്തിച്ചത്, ഈ ഭൂമിയെ രണ്ടാമതും 6 ദിവസം കൊണ്ട് പുതുക്കി മനുഷ്യനെ വാസയോഗ്യമാക്കി തീർക്കുവാനായിട്ട് ഇടയായിരുന്നു. രണ്ടാമത്തേതായ കാര്യം, ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം മോശ മുഖാന്തരം 10 കൽപ്പനകൾ നൽകി. ആ 10 കൽപ്പനകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മോശയ്ക്ക് കൽപ്പലകളിൽ എഴുതിയ 10 കൽപ്പന. 10 കൽപ്പനയിലെ ആദ്യത്തെ ഭാഗമായിരിക്കുന്നത് 4 കൽപ്പനകളാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളാണ് തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി ഇത് ദൈവത്തിന്റെ ജനമാണെന്ന് പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അവകാശമായിട്ട് പറയാനും കഴിയുള്ളൂ. ഞാൻ ദൈവത്തിന്റെ ജനമാണെന്നും അല്ല, ദൈവം പറയുകയാണ് ഇവർ എന്റെ ജനമാണെന്നും പറയുവാനായിട്ട് കഴിയണമെങ്കിൽ ആദ്യത്തെ 4 കൽപ്പനകൾ അവർ അനുസരിക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തേത് 6 കൽപ്പനകൾ, 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ, അത് എല്ലാ മനുഷ്യനും പൊതുവെ സാംസ്കാരികമായും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നതായ കാര്യമാണ്. സമൂഹത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കുവാൻ വേണ്ടതായ കൽപ്പനകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് എല്ലാ മതങ്ങളിലും എല്ലാവരും നിയമങ്ങളൊക്കെ വെച്ച് ആ നിയമങ്ങളെ പരിപാലിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ജനമാണെന്ന് അവകാശം പറയാനോ ദൈവത്തിന് പറയാനോ കഴിയില്ല. കാരണം മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങളാണ്. ആദ്യത്തെ 4 കൽപ്പനകളാണ് ഇത് ദൈവത്തിന്റെ ജനമായിരിക്കുന്നവരെ ദൈവത്തിന്റെ ജനമെന്ന് പറയുവാനും പ്രഖ്യാപിക്കാനും കഴിയുകയുള്ളൂ. ആദ്യത്തെ 4 കൽപ്പന, ഒന്ന്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്, യഹോവയല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ മറ്റുള്ള മതങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ദൈവങ്ങൾ അത് ദൈവമല്ല എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പറയുവാനും പഠിപ്പിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തെ കൽപ്പന, ഒരു വലിയ സഭാവിഭാഗമായിരിക്കുന്ന ഒരു സഭ ആ കൽപ്പനയെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു കൽപ്പന പഠിപ്പിച്ചില്ല എങ്കിൽ 10 കൽപ്പന എന്താകില്ല, തികയില്ല, 9 വരികയുള്ളൂ. എന്നാൽ 10 കൽപ്പന തികയ്ക്കാൻ വേണ്ടി അവസാനത്തെ 10-ാമത്തെ കൽപ്പനയുണ്ട്. അന്യന്റെ യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അന്യന്റെ ഭാര്യയെയോ മക്കളെയോ നിലങ്ങളെയോ ദാസനെയോ ഒന്നും മോഹിക്കരുത്. അപ്പോൾ ഒരു കൽപ്പന, രണ്ടാമത്തെ കൽപ്പന പഠിപ്പിക്കാത്തത് കൊണ്ട് 10-ാമത്തെ കൽപ്പനയെ 2 പഠിപ്പിച്ച് 10 തികയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ന്യായമായി നമുക്ക് ചോദ്യം വരുവാനായിട്ട് ഇടയാകും. ചോദിക്കും, എന്താണ് അപ്പോൾ 2-ാമത്തെ കൽപ്പന? പഠിപ്പിക്കാത്തതായ 2-ാമത്തെ കൽപ്പന ബൈബിളിൽ ഉണ്ടോ എന്ന് നാം ശ്രദ്ധിക്കാനിടയാകണം. ബൈബിളിലുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മെ അതെന്ത് ചെയ്യുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ കൽപ്പന, സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെയും രൂപത്തെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വണങ്ങരുത് എന്നുള്ളതാണ് 2-ാമത്തെ കൽപ്പന. അപ്പോൾ രൂപങ്ങളെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വണങ്ങരുത് എന്നുള്ളതാണ്. എങ്ങനെയുള്ള രൂപങ്ങളാണ്? സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെ രൂപത്തെ, മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി ഇവയോട് രൂപസാദൃശ്യമാക്കി കളയുന്ന തലത്തിൽ മനുഷ്യന്റെ തിന്മ വർദ്ധിച്ചതായിട്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മനുഷ്യന്റെ തിന്മയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന. ഇവിടെ ദൈവം രൂപങ്ങളെ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ വണങ്ങുവാനായിട്ട്
പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ കൽപ്പന. ആ രണ്ടാമത്തെ കൽപ്പന പഠിപ്പിക്കാത്തത് കൊണ്ട് 10ാമത്തെ കൽപ്പനയെ 2 അങ്ങനെ 10 കൽപ്പനയാണ് ആ വലിയ സഭാ വിഭാഗം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകും. അപ്പോൾ രണ്ടാമത്തെ കൽപ്പന അതാണ്. 3ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. 4 കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇങ്ങനെ 10 കൽപ്പനയിലെ രണ്ടാമത്തെ കൽപ്പനയാണ് നമ്മൾ ഇപ്പോൾ രണ്ടാമതായിട്ട് ചിന്തിച്ചത്. സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലുള്ള ഒന്നിന്റെ രൂപത്തെ ഉണ്ടാക്കി വണങ്ങുവാനായിട്ട് ഇടയാകരുത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തേത് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കറിയാം ദൈവം ആദ്യം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത്, അതിന് മൂക്കിൽ ജീവശ്വാസം ഊതിയിട്ട് ആദമിനെ സൃഷ്ടിക്കുവാനായിട്ട് ഉണ്ടാക്കുവാനായിട്ട് ഇടയായിരുന്നു. അതിന് പറയുന്നത് ആദം ആദ്യത്തെ മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 15ാം അധ്യായം 47ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദാമിനെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ 2ാം മനുഷ്യനായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 2ാം മനുഷ്യൻ. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ ആദാമിലൂടെ മാനവജാതി ഉളവായി വരുന്നു. എന്നാൽ ആദാമിലൂടെ അവന്റെ പാപമുഖാന്തരം സകലരും പാപികളായി തീർന്നു. ഇന്ന് നമ്മുടെ കുറ്റം കൊണ്ടല്ല, ആദാം ദൈവത്തോട് തെറ്റ് ചെയ്തത് കൊണ്ട് അവനോട് പറയുവാനിടയായി തീർന്നു. ഈ അനുസരണക്കേട് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ മരിക്കും, ആത്മാവിൽ മരണം സംഭവിച്ചു. ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ട് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ചൈതന്യം അവരിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയാണ് നഗ്നരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ ചൈതന്യമായ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പം അതായത് ആത്മാവിൽ മരണം സംഭവിച്ചു. അങ്ങനെ മനുഷ്യർ എല്ലാവരും പാപികളായി തീർന്നു. അവർ ശരീരം എന്ത് ചെയ്യുന്ന മരണത്തിന് അധീനരായി തീർന്നു. പാപികളായതുകൊണ്ട് ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നിത്യമായ നരകത്തിന് യോഗ്യരായി തീരുവാനായിട്ടിടയാ. ദൈവം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് ഒരു രക്ഷാകര പദ്ധതി ഒരുക്കി. പാപികളായ മനുഷ്യരെ ദൈവം രക്ഷിക്കുവാനായി ദൈവം തന്നെ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് മാനവജാതിയുടെ പാപത്തെ, ദൈവത്തെയും സ്വർഗത്തെയും നഷ്ടമാക്കുന്ന പാപത്തെ നീക്കുവാൻ, പാപമോചനം നൽകുവാൻ, പാപക്ഷമ നൽകുവാൻ, ദൈവമുമ്പാകെ വിശുദ്ധരായി തീരുവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളെയും പുത്രന്റെ മേൽ ചുമത്തി പാപങ്ങളുടെ ശിക്ഷ അവന്റെ മേൽ നടപ്പിലാക്കി. അങ്ങനെ വിശ്വസിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നവർക്ക് പാപമോചനം നൽകി ദൈവം പാപികളെ രക്ഷിക്കുന്നതായ ഒരു രക്ഷാകര പദ്ധതി ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ യേശുക്രിസ്തുവിനെ പറയുന്നതായ കാര്യമാണ് 1 കൊരിന്ത്യർ 15ാം അധ്യായം. 2ാം മനുഷ്യനായിരിക്കുന്നത് യേശുക്രിസ്തുവിനെ അവിടെ കാണുന്നു. 1ാം മനുഷ്യനിലൂടെ എല്ലാവരും പാപികളായി തീർന്ന് എല്ലാവരും മരണത്തിന് അധീനരായി തീരുമ്പോൾ, നരകത്തിന് യോഗ്യരായി തീരുമ്പോൾ, 2ാം മനുഷ്യനായ യേശുക്രിസ്തുവിലൂടെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തി പാപമോചനം നൽകി അവരെ വിശ്വസിക്കുന്നവരെ നീതിമാന്മാരാക്കി തീർത്ത് നീതിമാന്മാരായി തീരുവാൻ തക്കവണ്ണം അവർക്ക് സ്വർഗീയമായ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കല്ല മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വഴി തുറന്നു. അപ്പോൾ 2ാം മനുഷ്യനായിരിക്കുന്ന ആദാം ആരാണ്? മനുഷ്യൻ ഏതാണ്? യേശുക്രിസ്തുവാണ്. അപ്പോൾ 2ാം മനുഷ്യനിലൂടെ സകലരും നീതിമാന്മാരായി തീർന്ന് എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ പാപങ്ങളെ ഏറ്റുപറയണം, അവരെന്ത് ചെയ്യണം? യേശുവിന്റെ ഹൃദയത്തിൽ വരണം എന്ന് അവർ പ്രാർത്ഥിച്ച് അങ്ങനെ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീരുവാൻ, അങ്ങനെ മരണത്തിനപ്പുറം നിത്യമായ ഒരു ജീവിതം ദൈവത്തോട് കൂടെ വാഴുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് 2ാം മനുഷ്യൻ യേശുക്രിസ്തു, അവനിലൂടെ ആദ്യത്തെ മനുഷ്യൻ സകലരും പാപികളായി തീരുമ്പോൾ ഈ 2ാം മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ സകലരും നീതിമാന്മാരായി തീർന്ന് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ പാപക്ഷമ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയുമ്പോൾ നമ്മെ വീണ്ടും ജനിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാനായിട്ടിടയാകും. ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുവാനായിട്ടിടയാകട്ടെ. 4ാമത് നമ്മൾ ചിന്തിക്കുന്നത്, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദീമോസ്, ഞാൻ ആ ഭാഗം വളരെ കൃത്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല, വേഗത്തിൽ പറയുവാനാണ്. നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ആ ഭാഗം ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ആ ഭാഗം പറയാം. അവിടെ പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ബോൺ അഗൈൻ ആയില്ല എങ്കിൽ, 2ാമത് ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയില്ല. അപ്പോൾ ഉപദേഷ്ടാവായിരുന്ന പ്രിയപ്പെട്ടവൻ കർത്താവിനോട് ചോദിക്കുവാനിടയായി തീർന്നു, ഞാൻ ഇനിയും 2ാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചാണോ ഞാൻ 2ാമത് ജനിക്കുന്നത്? അപ്പോൾ പറയുന്നത്, 2ാമത് ജനിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവവചനത്താലും ആത്മാവിനാലും. അങ്ങനെയാണ് വീട് ജനിപ്പാനായിട്ട് ഇടയായി. അവരാണ് സ്വർഗരാജ്യത്തിൽ പോവുകയുള്ളൂ. ഇന്ന് പലർക്കും എന്റെ ജീവിതത്തിലൊക്കെ വീട് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ബോൺ അഗൈൻ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബോൺ അഗൈൻ എങ്ങനെ യേശുക്രിസ്തു പറഞ്ഞു, അവർ വീട് ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പാപികളായ നമുക്ക് പ്രവേശിപ്പാൻ കഴിയണമെങ്കിൽ വീട് ജനിക്കണം. വീട് ജനിക്കേണ്ടത് എവിടെയാണ്? ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവുണ്ട്. പാപം ചെയ്ത് ആത്മാവ് നിത്യമായ ചൈതന്യം നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. അപ്പൊ ഈ ആത്മാവ് വീണ്ടും ജനിക്കണം. ഈ ആത്മാവ് വീണ്ടും ജനിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. ആ ദൈവാത്മാവാണ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ ആ നിമിഷം നമ്മുടെ അകത്തെ ആത്മാവ് ജീവിക്കുവാനായിട്ട് ഇടയായി. ജഡത്താൽ ജനിക്കുന്നത്, മനുഷ്യനാൽ ജനിക്കുന്നത് ജഡമാകുന്നത് പോലെ, മനുഷ്യനാകുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്നത് നമ്മുടെ ആത്മാവാകുന്നു.
അപ്പോൾ നാം വീട് ജനിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക്, കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനിടയായിത്തീരും. ആ നിമിഷം നമ്മുടെ ആത്മാവ് വീട് ജനിപ്പാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ പാപത്തെ ഏറ്റുപറയുവാനിടയാകും. പാപമോചനം പ്രാപിച്ച് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരായവരാണ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ, വാഴുമ്പോൾ ആ നിമിഷം നാം നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ച് വീട് ജനിപ്പാനിടയായിത്തീരും. അതാണ് യേശു ക്രിസ്തു പറഞ്ഞ ദൈവവചനത്താലും വെള്ളം, നിർമ്മലമായ വെള്ളം, അല്ലെ, നിർമ്മലമായ ജലം ഏതാണ്? ദൈവവചനമാണ്. ആ വെള്ളത്താലും ആത്മാവിനാലും, ആത്മാവാകുന്ന ദൈവം. അപ്പോൾ ഒരു മനുഷ്യൻ അണ്ടവും ബീജവും ചേർന്ന് ഒരു മനുഷ്യൻ പൂജാതനാകുന്നത് പോലെ ദൈവത്തെ വചനമാകുന്ന വചനവും വെള്ളവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം നമ്മുടെ ആത്മാവ് വീട് ജനിപ്പാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ വീട് ജനിക്കുന്നതിനെയാണ് പുതുതായി ജനിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാമത് ജനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനും. അവരൊക്കെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയും. രണ്ടാമത് ജനിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. ജ്ഞാനസ്നാനം, അറിവിനാലുള്ള സ്നാനം. സ്നാനം എന്ന് പറയുന്ന വാക്ക് സംസ്കൃത വാക്കാണ്. അപ്പം അതിന്റെ മലയാളം അതിന്റെ അർത്ഥം വരുന്നത് മുങ്ങിക്കുളിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിരിക്കുന്ന കാര്യമാണ്. സ്നാനം സംസ്കൃത വാക്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേതായ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സമയം ചിന്തിച്ച നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് ജനിക്കണം, വീണ്ടും ജനിക്കണം, ബോൺ അഗൈൻ ആകണം. അവരാണ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇത് നമ്മൾ ഓർഡർ പ്രകാരം പറയുന്നുവെങ്കിൽ ആദ്യം നമ്മൾ രണ്ടാമത് ഭൂമിയെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. രണ്ടാമത്തത് 10 കൽപ്പനയിലെ രണ്ടാമത്തെ കൽപ്പന ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തത് ആദ്യത്തെ മനുഷ്യൻ ആദാമും രണ്ടാമത്തെ മനുഷ്യൻ യേശുക്രിസ്തുവും. ആ രണ്ടാമത്തെ മനുഷ്യനിലൂടെ സകലരും വിശ്വസിക്കുന്നവർ നീതിമാന്മാരായിത്തീരും. പാപികളെ ആയിത്തീരുകയല്ല, നീതിമാന്മാരായിത്തീരുക. എല്ലാവരും പാപികളാണ്. പക്ഷെ യേശുക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നമ്മൾ ആ കർത്താവിൽ വിശ്വസിച്ചത് മുഖാന്തരം നമ്മളെ നീതിമാന്മാരായി ദൈവം എണ്ണുവാനായിട്ട് ഇടയായിത്തീരും. പിന്നത്തെ നമ്മൾ നാലാമത്തത് ചിന്തിച്ചത് രണ്ടാമത് ജനിക്കണം, പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, ബോൺ അഗൈൻ ആകണം. അവർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ പ്രിയപ്പെട്ടവരാണ് സ്നാനപ്പെടുവാനിടയാകേണ്ടത്. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിനാണ് 10 കൽപ്പന നൽകിയത്. ഇസ്രായേൽ ജനം യഹൂദന്മാരാണ്. അതിൽ നിന്ന് ഒത്തിരി പേരെ കർത്താവിൽ വിശ്വസിച്ച് വരുവാനിടയായിത്തീർന്നു. അവരെ നമ്മൾ ഇന്നും പറയും ക്രിസ്ത്യാനികൾ എന്ന് പറയും. ഈ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, എങ്ങനെയുള്ളവരെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ പരിശുദ്ധാത്മാവിന് കാത്തിരുന്നപ്പോൾ വലിയ കൊടിമുഴക്കത്തോടെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് തീനാളങ്ങളെ പോലെ അവരുടെ മേൽ പതിയുവാനായിട്ട് ഇടയായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിപ്പാനിടയായി തീർന്നു. ഈ വലിയ കാറ്റും മുഴക്കവും ഒക്കെ ഉണ്ടായപ്പോൾ അവിടെ കൂടി വന്ന് ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാളിന് കടന്നു വന്നിരിക്കുന്ന സകല ദേശത്തുമുള്ള അവിടെ ഒരുമിച്ച് കൂടി വന്നു. അവരുടെ നടുവിൽ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് നിന്ന് അവരോട് പ്രസംഗിക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ ജനനത്തെക്കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ച്, അവനെ അടക്കിയതിനെ കുറിച്ച്, അവൻ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് അവരോട് പറയുവാനിടയായി തീർന്നു. ഇത് തിരുവെഴുത്തുകൾ എഴുതിയത് പ്രകാരമാണ് അവൻ കൊല്ലപ്പെടുവാനിടയായി തീർന്നത്. അത് മുഖാന്തരം മാനവജാതിക്ക് രക്ഷ വരുമെന്നുള്ള സന്ദേശം കൈമാറിയപ്പോൾ അവരിൽ ചിലർ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവിടുന്ന് പത്രോസ് അപ്പസ്തോലനും മറ്റ് അപ്പസ്തോലന്മാരും കൂടെ പറഞ്ഞതായ ഒരു കാര്യമാണ് പിന്നീടുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. വിശ്വസിച്ച് വന്നവർ അന്ന് 3000 പേര് സ്നാനമേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവരോട് പറഞ്ഞതായ കാര്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിനെ 7 ഭാഗമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അവരാണ് ക്രിസ്ത്യാനികൾ. സുവിശേഷം കേട്ട് വിശ്വസിച്ച് വന്നവർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നതായ കാര്യം 7 ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതല്ല എങ്കിൽ മറ്റൊരു നിലയിൽ നമുക്ക് ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ ഏതാണ്? നമുക്കറിയാം, ഒരു ബിൽഡിംഗ് നിൽക്കണമെങ്കിൽ 7 പില്ലറുകളുണ്ട്. പില്ലറുകളുടെ എണ്ണം കൃത്യമായിട്ടല്ല ഞാൻ പറഞ്ഞു. 7 പില്ലർ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് 7 ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്താണ്, ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 7 ഭാഗത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇടയായിത്തീരണം. അപ്പോൾ 7 അടിസ്ഥാന ഉപദേശത്തിൽ 2ാമത്തെ ഉപദേശമാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ് ചിന്തിച്ച് വന്ന ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം 7 ഉപദേശങ്ങൾ ഏതാണെന്ന് ആ പ്രസംഗത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ഒന്ന് മാനസാന്തരം എന്ന് കാണുവാനായിട്ട് കഴിയും. യേശുവിനെ ദൈവമായി വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് ഏതൊരു വ്യക്തി, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏതൊരുവനായാലും തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പഴയ വഴികൾ, പഴയ വിശ്വാസം അതൊക്കെ വിട്ട് ദൈവവചനം എന്ന് പറയുന്നു. യേശു ദൈവമാണ്, അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കുവാനുള്ള ആ സമർപ്പണത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. 2ാമത്തേത് മാനസാന്തരം കഴിഞ്ഞ സ്നാനമാണ്. മാനസാന്തരപ്പെട്ടവർ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവർ സ്നാനപ്പെടുവാനിടയാകണം. 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചില സഭകളിൽ ഇങ്ങനെ 2 കവിളിലും മാറി മാറി തട്ടി
സ്ഥൈര്യലേപനം നൽകിയെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്ന ചിലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് ശിഷ്യന്മാർ പ്രാപിച്ചതുപോലെ കാത്തിരുന്ന് പ്രാപിക്കുവാനിടയായി തീരണം. ആ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഒരുവനിൽ വരുമ്പോൾ അവന്റെ നാവ് അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം അവൻ സംസാരിക്കാനിടയാകും. അവന്റെ ശരീരം അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം ദൈവശക്തി അവനിൽ അനുഭവിച്ച് അവന്റെ ശരീരം നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ അവൻ ആത്മനിറവിൽ ആകുവാനായിട്ടിടയാകും. അപ്പോൾ മൂന്നാമത്തെ 7 അടിസ്ഥാന ഉപദേശത്തിൽ മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 4 വേർപാട് അനുഷ്ഠിക്കുവാനിടയായി തീരണം. വേർപാട് എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് മാറി ജീവിക്കുക എന്നുള്ളതല്ല. പഴയ വിശ്വാസ രീതിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാനിടയാകും. പല രീതിയിൽ പല അവസ്ഥകളിൽ ജീവിച്ചിരിക്കുന്നവരാ. പഴയ വിശ്വാസങ്ങൾ പലതുമാണ്. നമുക്കറിയാം, പല മതങ്ങളും പല സംഹിതകളൊക്കെ അനുസരിച്ച് പോകുന്നവരാണ്. എന്നാൽ അവർ അതിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് ഈ പത്യോപദേശത്തിൽ ദൈവവചന പ്രകാരം ജീവിക്കുവാനായിട്ടിടയാകും. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ദൈവികമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിലല്ല, ദൈവികമായ വിഷയങ്ങൾ, ആത്മീകമായിരിക്കുന്ന വിഷയങ്ങളിൽ വേർപാടുള്ളവരായി തീരുവാനായിട്ടിടയാകും. പിന്നെ കൂട്ടായ്മ ആചരിപ്പാനിടയാകും. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഈ റോഡ് മുതൽ തെക്ക് ഈ റോഡ് മുതൽ വടക്ക് ആ റോഡ് മുതൽ, അതല്ലെങ്കിൽ ഈ ഒരു പുഴ മുതൽ അപ്പുറത്ത് വേറൊരു അതിര് വരെ നിശ്ചയിക്കുന്ന അതിർത്തികളിൽ ഉള്ളിലുള്ള ഒരു കൂടിവരവല്ല ദൈവം ആഗ്രഹിക്കുന്നു. അത് പാപമല്ല, കൂട്ടായ്മയാണ്. ആരാണോ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാനിടയായി തീർന്നത്, ആരാണോ നിങ്ങളെ ഈ സത്യത്തിലേക്ക് നടത്തിയത്, അവരുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ കൂടി വരുവാനായിട്ടിടയാകും. അവിടെയാണ് ശാശ്വതമായ ജീവനും അനുഗ്രഹവും ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. കെട്ടിടത്തിനകത്തല്ല. പല കാര്യങ്ങളും പലതൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടാൽ മതി. അതായത് ഒരു ദൈവസഭ കൂടി വരുന്ന ദിവസം അവിടെ കൂടി വന്ന് ദൈവജനം കൂടി വന്ന് പ്രാദേശികമായ നിലകളിൽ കൂട്ടായ്മ ബന്ധത്തിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് സഭായോഗം. അല്ലാതെ അവിടെ ഇവിടെ കൂട്ടായ്മ മുടക്കി വേറൊരു സ്ഥലത്ത് പോകുന്ന വഴിയിൽ അവിടെ കൂടാം ഇവിടെ കൂടാം അങ്ങനെയുള്ള കൂടുന്ന അനുഭവമല്ല, കാണാമെന്ന് പറയുന്ന അനുഭവമല്ല. എവിടെയാണോ ദൈവസഭ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ ജനിക്കുവാൻ ഏത് സഭയാണ് മുഖാന്തരമായത്, ആ സഭയുമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധത്തിൽ ദൈവജനവുമായി കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ആര് മുഖാന്തരമാണോ, ഏത് സഭ മുഖാന്തരമാണോ നിങ്ങൾ ഈ ബന്ധത്തിലേക്ക്, ഈ കൃപയിലേക്ക് വരുവാനിടയായി തീർന്നത്, അവരുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. അവിടെ ശാശ്വതമായ ജീവനും അനുഗ്രഹവും കൽപ്പിച്ചു വെച്ചിരിക്കുക. പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു വേണ്ട. പലരുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കാത്തത്, ആത്മീയ മുന്നേറ്റങ്ങൾ ലഭിക്കാത്തത്, ആത്മീയ സത്യങ്ങളുടെ വെളിപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയാത്തത്, ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഓരോരുത്തരും അതിനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ കൂട്ടായ്മ ബന്ധം ഊഷ്മളമാക്കുന്നില്ല, അതിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കൂട്ടായ്മ എന്ന് പറയുന്നത് അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ്. സ്നാനത്തെ പോലെ, പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പോലെ, വേർപാടിന്റെ ഉപദേശം പോലെ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി 7 അടിസ്ഥാന ഉപദേശത്തിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സമയം മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ വേഗത്തിൽ പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അപ്പം നുറുക്കുക എന്നുള്ളതാണ്. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപ്പത്തെ എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ഒരു അപ്പം എടുത്ത് കൂട്ടായ്മയിലുള്ളവർ, സ്നാനപ്പെട്ടവർ എന്ത് ചെയ്യണം, ഈ അപ്പത്തിൽ നിന്ന് പങ്കുകാരായി തീരണം. അതുപോലെ പ്രധാനമുള്ള മറ്റൊരു കാര്യമാണ്, ഈ അപ്പം സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് പാനപാത്രവും. എത്ര ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചില സഭകൾ ചെയ്യുന്നതായ കാര്യം അപ്പം മുക്കിക്കൊടുക്കുന്ന രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണെന്നറിയോ? യേശു കർത്താവ് യൂദാസിനെയാണ് ഈ അപ്പം മുക്കിക്കൊടുക്കുവാനായിട്ട് ഇടയാക്കിയത്. ഇത് പാനപാത്രം കുടിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും പാനപാത്രം പങ്കുവെച്ച് എന്ത് ചെയ്യണം, എല്ലാവരും അതിൽ പങ്കുകാരാകണം, പങ്കാളികളാകണം. ഈ അപ്പത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഈ പാനപാത്രത്തിനും കൊടുക്കുവാനായിട്ട് ഇടയാകണം. ഒരു കാര്യം പറയട്ടെ, ഓരോ അപ്പമല്ല കൊടുക്കേണ്ടത്, ഒരു അപ്പത്തിൽ നിന്ന് എല്ലാവരും പങ്കുകാരായി തീരണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു സഭയുടെ സക്രാരിയിലെ ഒരു സ്വർണ്ണ കാസയിലെ കുറെ അപ്പങ്ങൾ വെക്കുവാനായിട്ട് ഇടയാകും. അതിന് മറ്റൊരു വാക്ക് പറയും, ഓസ്തികൾ എന്ന് പറയുവാനിടയാകും. അത് ക്രിസ്തീയമല്ല. ഒരു അപ്പത്തിൽ നിന്നാണ് ഇത് കൊടുക്കുവാനായിട്ട് ഇടയാകേണ്ടത്. ക്രിസ്തീയമല്ല എന്ന് പറയുന്നത് കാരണം ഇത് യഹൂദന്മാരുടെ നിയമപ്പെട്ടകം, സമാഗമന കൂടാരത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. അത് യഹൂദന്മാരുടെ ജെറുസലേം ദേവാലയത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണപാത്രത്തിൽ എന്ത് ചെയ്യണം? മന്നകളെ പെറുക്കി ഈ സ്വർണ്ണപാത്രത്തിലിട്ട് ഈ സമാഗമന കൂടാരത്തിന്റെ പെട്ടകത്തിൽ, നിയമ പെട്ടകത്തിനകത്ത് വെക്കുവാനിടയാകണം. തലമുറകളുടെ സാക്ഷ്യത്തിന്. അത് കഴിക്കുവാനുള്ളതല്ല, അത് തലമുറകളുടെ മുൻപാകെ സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നത്. ആ കാസയിലിട്ടിരിക്കുന്ന അപ്പങ്ങൾ, മന്ന, അത് മാത്രം ഉരുകിപ്പോകുകയില്ല. എന്നാൽ മറ്റുള്ള
ഈ മരുഭൂമിയിൽ പെയ്തിരുന്ന മന്നകൾ അത് പെറുക്കി വെയിലുറച്ചാൽ എന്ത് ചെയ്യും? അത് ഉരുകിപ്പോകും, ഇല്ലാതായിത്തീരും. അതുകൊണ്ടാണ് രാവിലെ പെറുക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ നിയമപ്പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന മന്നകൾ അതൊരിക്കലും വെയിലുറച്ചാലും കാലങ്ങളായി യെരൂശലേം ആ നിയമപ്പെട്ടത്തിനകത്ത് സ്വർണ്ണപാത്രത്തിൽ ഈ മന്ന ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ അത് യഹൂദ മതത്തിന്റെ പഴയ നിയമത്തിൽ ജെറുസലേം ദേവാലയത്തിൽ മാത്രം കാണുന്നതായ ഒരു കാര്യമാണ്. അത് അവരോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് നമ്മോട് ക്രിസ്ത്യാനികളോട് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവാണ് ജീവന്റെ അപ്പം. അപ്പൊ ഞാനത് പിന്നീട് വേറൊരു സമയത്ത് പറയാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പം നുറുക്കുവാനായിട്ട് ഇടയാകണം. അവസാനത്തെ ഉപദേശം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം, കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടാകണം, അതുപോലെ തന്നെ സഭയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉള്ളവരായി തീരണം. അങ്ങനെ ആ നിലകളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എന്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആരാണ് ക്രിസ്ത്യാനി? ഒരു ക്രിസ്ത്യാനി ആകുന്നുവെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്ന് കാണുന്നതായ കാര്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ട് വിശ്വസിച്ച് വന്നവരോട് പറയുന്നതായ ഭാഗമാണ് 7 ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അതിലെ 2-ാമത്തെ ഉപദേശമാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനം സഭയോട് ചേരാനല്ല, കർത്താവിനോട് ചേരുവാനാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ എന്നെ വിളിക്കുവാൻ, ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീരാം. ഇനി 2 പോയിന്റ്സ് കൂടിയുണ്ട്, ഞാൻ വേഗത്തിൽ പങ്കുവയ്ക്കാം. എബ്രായലേഖനം 9:28 അതുപോലെ തന്നെ പല സഭകളിലുള്ള പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത്. കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും കണ്ണിമിക്കുന്നതിനിടയിൽ അവനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും അവനെ കാണുന്ന സമയം അവനെ പോലെ ആയിത്തീരുവാനിടയാകും. ഈ ശരീരം മാറി തേജസ്സുള്ള ശരീരം വരുവാനിടയാകും. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തതാണ്, അന്ന് വീണ്ടെടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ആത്മാവായി ആരിൽ വസിച്ചുവോ അവർ ജീവനോടിരിക്കുന്നവരാണോ മരിച്ചിരിക്കുന്നവരാണോ ആരാണോ കർത്താവ് ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശുവിന്റെ 2-ാമത്തെ വരവാണ്. 1-ാമത്തെ വരവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നു. അത് 1-ാമത്തെ വരവ്. 2-ാമത്തെ വരവ് ദൈവസഭയെ, ദൈവത്തിന്റെ ആത്മാവ് ആരിലുണ്ടോ വീണ്ടും ജനിച്ചവർ ആരാണോ അവരെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവരെ ആ തേജസ്സിൽ കർത്താവിനെ കാണുവാനിടയായി തീരുമ്പോൾ ആകാശമേഘങ്ങളിലേക്ക് നാം അവനെ എതിരേൽക്കുവാനായിട്ട് പോകുമ്പോൾ അവനെ പോലെ ആയിത്തീരുവാനിടയാകും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ, ഇന്ന് നമ്മൾ മണ്ണുകൊണ്ടുള്ള പ്രകൃതമാണ്, ഈ പ്രതിമയാണ്. ഇനി നാം സ്വർഗീയന്റെ പ്രതിമയും കർത്താവിനെ പോലെ നാം ആയിത്തീരും. ഈ ശരീരം തേജസ് പ്രാപിക്കും. മരണമില്ലാതെ നിത്യകാലം ദൈവത്തോട് കൂടെ വാഴുവാനായിട്ടിടയാകും. നാം ചിന്തിച്ചു വരുവാനിടയായി തീർന്നത് യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് ആകാശമേഘങ്ങളിൽ വരെയുള്ള ആ കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അന്ന് നടക്കും. കർത്താവിനെ ഇന്ന് നാം അവനെ പൂർണ്ണ തേജസ്സോടെ മഹത്വത്തോടെ ഇന്ന് ദൈവം ഈ പൂർണ്ണ മഹത്വത്തോടെ ഇരിക്കുന്നത് പോലെ നമുക്ക് അവനെ കാണുവാനായിട്ടിടയാകും. 3.5 വർഷവും ഉയർത്തെഴുന്നേറ്റിന് ശേഷം 40 നാളോളം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെയല്ല ഇന്ന് ദൈവമായി ഇന്ന് വാഴുവാനായിട്ടിടയാകുന്നത്. ആ പൂർണ്ണ ദൈവമായി വാഴുവാനാണ് സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നത്. ഇന്ന് പൂർണ്ണ ദൈവമാണ്, ആ മഹത്വത്തിലാണ് ആയിരിക്കുന്നത്. അവനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്ന് നാം അവനെ പോലെ ആയിത്തീരും. അന്ന് ആകാശമേഘങ്ങളിൽ വരുവാനായിട്ടിടയാകും. അപ്പോൾ 2-ാമത്തെ വരവ് ദൈവസഭയെ ചേർക്കുക, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുക. ആകാശമേഘങ്ങളിൽ വെച്ച് നാം അവനെ എതിരേൽക്കുവാനിടയാകും. അത് കഴിഞ്ഞ് ചില നാളുകൾ 7 വർഷത്തിന് ശേഷം പിന്നീട് ഇസ്രായേലിനെ രക്ഷിക്കുവാനായി ഭൂമിയെ ഭരിക്കേണ്ടതിന് വേണ്ടി, അതൊക്കെ വലിയ ഒരു സബ്ജക്റ്റാണ്. ദൈവസഭ, ദൈവമക്കളായിരിക്കും നാം, ദൈവത്തിന്റെ ദൂതന്മാർ കൂടി കർത്താവ് തന്റെ തേജസ്സോടുകൂടെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്ന് അന്നു മുതൽ ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ടിടയാകും. അപ്പോൾ 2-ാമത്തെ വരവ് 2 ഘട്ടമുണ്ട്. 1-ാമത്തേത് ദൈവസഭയെ ആകാശമേഘങ്ങളിൽ വെച്ച് ആ തേജസ്സിലേക്ക് നടത്തുവാനായിട്ടിടയാകും. അത് കഴിഞ്ഞ് വീണ്ടും അത് രഹസ്യവരവ് എന്നാണ് പറയുന്നത്. പിന്നത്തേത് ഒലിവുമലയിൽ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ദൈവം വാഴുവാൻ രാജാവായി ഭരിക്കേണ്ടതിന് വേണ്ടി നാം അവനോട് കൂടെ എപ്പോഴും അവനോട് കൂടെ ഉള്ളവരായി തീർന്ന് അങ്ങനെ വരുന്നതിനെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുവാനായിട്ടിടയാകും. അപ്പോൾ യേശുവിന്റെ 2 വരവിലെ 2 ഘട്ടത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അവസാനത്തെ പോയിന്റാണ് 2-ാമത്തെ മരണം. അതായത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാം മരണം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. ഒരു മരണം ശരീരത്തിൽ മരിക്കുവാനായിട്ടിടയായി തീർന്നു. വീണ്ടും ജനിച്ചവരെ കുറിച്ച് പറയുന്ന അവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സുവിശേഷം അനുസരിക്കാതെ വീണ്ടും ജനിക്കാത്തവരെ അവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കാൻ കഴിയില്ല. ശരീരം ഓക്കെ, എന്നാൽ അവരുടെ ആത്മാവ് യാതനാസ്ഥലത്തായിരിക്കും.
എന്നാൽ വീട് ജനിച്ചവർ അവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്, ഉറക്കത്തിലാണ്. നാളെ എഴുന്നേൽക്കുന്നത് പോലെ അത്രയും ഫ്രീ ആയി സമാധാനത്തോടെ അവർ വിശ്രമിക്കുന്ന, ഉറങ്ങുന്ന സമയമാണ്. ഇന്ന് രാത്രി എഴുന്നേറ്റ് നാളെ എഴുന്നേൽക്കുന്നത് പോലെ ആമേ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നവരായിത്തീരും. ഈ കാഹളനാദം കേൾക്കുമ്പോൾ അവർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം സുവിശേഷം അനുസരിക്കാതെ വീട് ജനിക്കാത്തവര് അവരുടെ ജീവിതത്തിൽ യാതന അനുഭവിക്കുക അവരുടെ ആത്മാവ്. അത് കഴിഞ്ഞ് രണ്ടാം മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയെ കത്തി അഴിഞ്ഞതിന് ശേഷം ദൈവം എന്ത് ചെയ്യും? ഒരു വെള്ള സിംഹാസനത്തിൽ ഇരിക്കുകയും ആ ബാലവൃദ്ധം സുവിശേഷം അനുസരിക്കാത്ത വീട് ജനിക്കാത്തവരെ അവരെല്ലാവരും ശിക്ഷാവിധി നടപ്പിലാക്കുവാനായി ഇടയായിത്തീരും. പിശാചിനും അന്ധകാര ശക്തികൾക്കും ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകത്തിലേക്ക് അവരെ തള്ളിയിടുവാനായിട്ട് ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. അതിൽ നിന്ന് വീണ്ടും ഒരു മോചനം ഉണ്ടാകുന്നില്ല. അവിടെ ശിക്ഷിക്കുന്ന സ്ഥലമാണ്. യാതനാ സ്ഥലം എന്ന് പറയുന്നത് അവിടെ അവരുടെ ആത്മാവിനെ, മരണത്തിന് ശേഷം അവരുടെ ആത്മാവിനെ ഉള്ള സ്ഥലമാണ്. അവിടെ യാതന അനുഭവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് യാതനാ സ്ഥലം എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കള് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് ഉറക്കുന്ന, വിശ്രമിക്കുന്ന അനുഭവത്തിലാണ്. അവർക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ കർത്താവിനെ എതിരേൽക്കുവാൻ അവർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയാകും. വീണ്ടും ജനിക്കുന്നതിന്റെ ദൈവമക്കളുടെ, ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവയെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് കർത്താവിനെ കാണുന്ന ദിവസം അവനെ പോലെ ആയിത്തീർന്ന് ദൈവത്തോടു കൂടെ എന്നും വാഴുവാനായിട്ട് ഇടയാകും. വീട് ജനിക്കാത്തവരുടെ ജീവിതത്തിൽ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരുടെ ജീവിതത്തിൽ രണ്ടാം മരണമായിരിക്കുന്ന നിത്യമായ നരകത്തിലേക്ക് പോകും. അവിടെ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല. അതിനുള്ള ഒരു പദ്ധതി അവിടെ ഇല്ല. ദൈവത്തിന്റെ ഒരു കൃപയോ ഒരു സാന്നിധ്യമോ എന്തെങ്കിലും ഒന്നും ലഭിക്കാത്ത ഒരു സ്ഥലം. അതുകൊണ്ടാണ് അത് നരകമായി തീരുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ ഒരു കൃപകളും എത്തിപ്പെടാത്ത സ്ഥലം. ഇവിടുത്തെ അവസ്ഥ തന്നെ നമുക്ക് നരകമാണ് പലരും. ദൈവം പിശാചിന അന്ധകാര ശക്തികൾക്കും ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടേക്ക് പോകാതിരിക്കാനാണ് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് അവനെ തകർത്ത് കളയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാം മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വീണ്ടും ജനിക്കുവാനായിട്ട് ഇടയായി. 2 ജനനം ലഭിച്ചവർ രണ്ടാം മരണത്തിലേക്ക് പോവുകയില്ല. 2 ജനനം ലഭിക്കുന്നത്, ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത്, ഭൂമിയിൽ ജനിക്കുന്നത്, അമ്മയിൽ നിന്ന് ജനിക്കുന്നത്, അമ്മയപ്പന്മാരിൽ നിന്ന് ജനിക്കുന്നത്. രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് ദൈവവചനത്താലും ആത്മാവിനാലും നമ്മുടെ ആത്മാവിന് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവാണ് ജീവിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയിലല്ല, ദൈവരാജ്യത്തിൽ ജനിക്കുവാനായിട്ട് ഇടയാകും. അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനിടയാകും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ പഞ്ചായത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ ഒരു ജീവപുസ്തകമുണ്ട്. ആ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവരുടെ പേരുകൾ അവിടെ എഴുതപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രാപ്പകൽ ദണ്ഡനമുണ്ട്, കെടാത്ത തീയുണ്ട്, തീയും ഗന്ധകമുണ്ട്, ചാകാത്ത പുഴുണ്ട്. അങ്ങനെ അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. അവിടെ മുറവിളിയുണ്ട്, ദുഃഖമുണ്ട്, കരച്ചിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ലളിതമായി, സൗജന്യമായി, ഏതൊരാൾക്കും പ്രയാസം കൂടാതെ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയും. സുവിശേഷ സത്യങ്ങളെ കേട്ട് ഗ്രഹിച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഒരിക്കലും നമ്മെ കൈവിടാത്ത ദൈവമാ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ, നമ്മെ രക്ഷിപ്പാനായി നൽകിയെങ്കിൽ, നമ്മൾ ആ വലിയ രക്ഷ നമ്മൾ നഷ്ടമാക്കുവാൻ ഇടയാകരുത്. നമ്മൾ പാരമ്പര്യ പ്രകാരം ജീവിച്ചു, മറ്റ് പലതിലൊക്കെ വിശ്വസിച്ചു, ശരിയാ, ഓക്കെ, പക്ഷെ ഇത് സത്യമാണ്, ഇത് സുവിശേഷമാണ്, ഇത് കേട്ട് ഗ്രഹിച്ച് അതിനൊത്തവണ്ണ ജീവിതത്തെ ക്രമീകരിച്ചാൽ വീട് ജനിപ്പാനിടയാകും, ആത്മാവിന് രക്ഷ വരുവാനിടയാകും, നിത്യജീവനെ പ്രാപിപ്പാനിടയാകും, ദൈവ മക്കളായി തീരുവാനിടയാകും. അതിനപ്പുറം സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ എന്നും ജീവിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ ചെറിയ സന്ദേശം, രണ്ടാമത്തേതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഓടിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്കൊരു വേഗത്തിൽ ഞാൻ പറയാം. ഒന്നാമത്തേത്, ഭൂമിയെ രണ്ടാമതും സൃഷ്ടിച്ചത്. രണ്ടാമത്തേത്, 10 കൽപ്പനകളിലെ രണ്ടാമത്തെ കൽപ്പന, രൂപങ്ങളെ ഉണ്ടാക്കി വണങ്ങരുത്. മൂന്നാമത്തേത്, രണ്ടാം മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തു, അവനിലൂടെ സകലരും നീതിമാന്മാരായി തീർന്നു. ആദ്യത്തെ ആ മനുഷ്യനിലൂടെ സകലരും പാപികളാകുമ്പോൾ യേശു വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്നവരുടെ ജീവിതത്തിൽ, കൽപ്പനകളെ അനുസരിക്കുന്നവരെ അവരുടെ ജീവിതത്തിൽ സകലരും നീതിമാന്മാരായി ദൈവം തീർക്കും. നാലാമത്, വീണ്ടും ജനിക്കുന്ന, രണ്ടാമത് ജനിക്കുന്ന ആത്മാവ്, അകത്തെ മനുഷ്യൻ ജനിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്താലും ആത്മാവിനാലും ദൈവത്തിന്റെ ആത്മാ മുഖാന്തരം നാം വീണ്ടും ജനിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലെ 7 അടിസ്ഥാന ഉപദേശത്തിലെ രണ്ടാമത്തെ കൽപ്പന സ്നാനം എന്നുള്ളതാണ്. സ്നാനം അതിപ്രധാനമായിരിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മുങ്ങിക്കുളിക്കുക എന്നുള്ളതാണ് അതിന്റെ മലയാളത്തിലെ ശരിയായിരിക്കുന്ന അർത്ഥം. അത് സിമ്പിളാണ്. അത് മാനസാന്തരപ്പെട്ടവരാണ് അത് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു യേശുവിന്റെ രണ്ടാമത്തെ വരവ്, അതിന്റെ 2 ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. 7-ാമത്തേത് രണ്ടാമത്തെ മരണം, നിത്യമായ നരകം. 2 ജനനം എടുത്തവർക്ക് ഒരു മരണമേ ഉള്ളൂ, ശരീരത്തിലെ മരണം. ആത്മാവ് അവ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, ആകാശമേഘങ്ങളിലേക്ക് നാം എടുക്കപ്പെടുകയും ചെയ്യും. 2 ജനനം പ്രാപിച്ച വീണ്ടും ജനിച്ചവർ അവർ ദൈവത്തോട് കൂടെ എന്നും വാഴുമ്പോൾ, 1 ജനനം അമ്മയുടെ ഉദരത്തിൽ മാത്രം ജനിച്ചവരുടെ ജീവിതത്തിൽ അവർ 2ാം മരണത്തിലേക്ക് പ്രവേശിക്കും, നിത്യമായ നരകത്തിന് യോഗ്യരായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. ഈ വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഭാരത്തോടെ വേദനയോടെയൊക്കെ ആയിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു അത്ഭുതം, സമാധാനത്തിന്, സന്തോഷത്തിനുള്ളത് ദൈവം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേട്ട എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.